കണ്ണൂർ യൂണിവേഴ്സിറ്റി പാലയാട് ക്യാമ്പസിലെ KSU നേതാവിന് നേരെ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണം. രണ്ടാം വർഷ നിയമ വിദ്യാർത്ഥിയും KSU കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ബിതുൽ ബാലിനെ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ കയറി മർദ്ദിച്ചെന്നാണ് പരാതി. ചൊവ്വാഴ്ച രാത്രി 1:30 അക്രമം. ക്യാമ്പസിന് പുറത്തെ ഹോസ്റ്റലിൽ മുഖംമൂടി ധരിച്ച് ആയുധങ്ങളുമായി എത്തിയ ഒരു സംഘം ബിതുലിനെ ആക്രമിക്കുകയായിരുന്നു. കൈക്കും കാലിനും ദേഹത്തും ഉൾപ്പെടെ പരിക്കേറ്റ ബിതുലിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള തന്റെ പ്രവർത്തനം SFIയെ അസ്വസ്ഥരാക്കുന്നുവെന്നും യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് അക്രമമെന്നും പരിക്കേറ്റ ബിതുൽ ബാലൻ പറഞ്ഞു. ഇതിന്റെ പിന്നിൽ SFIയുടെ പാലയാട് ക്യാമ്പസ് യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ഉണ്ടെന്നത് വളരെ വ്യക്തമാണ്. കാരണം എൻ്റെ റൂമിൽ ഒരു കുട്ടീനോട് അയാൾ ആ സംഭവം നടക്കുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ വിളിച്ച് ചോദിച്ചു റൂമിൽ ആരൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ ആ റൂമിലുണ്ടെന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് അവർ ആ ഗുണ്ട ക്രിമിനൽസുമായിട്ട് റൂമിലേക്ക് വന്ന് ഞങ്ങൾ ആക്രമിച്ചത്. ഈ SFI ഈ ക്യാമ്പസിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഈ ക്രിമിനൽ സ്വഭാവം ഇതൊന്നും അവർക്ക് പിടിക്കുന്നില്ല. ഞാൻ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിൽക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് എന്നെ ആക്രമിക്കാനുള്ള കാരണം. ആസൂത്രിതവും കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചുകൊണ്ടുള്ള അക്രമമാണ് ഉണ്ടായതെന്ന് KSU ജില്ലാ സെക്രട്ടറി MC അതുൽ പറഞ്ഞു. SFI ജില്ലയിൽ തുടർച്ചയായ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ്. ഒരു പ്രശ്നവും നിലനിൽക്കാത്തൊരു ക്യാമ്പസ്. ആ ക്യാമ്പസിനകത്ത് പുറത്തുനിന്ന്, അതായത് കോഴിക്കോടുള്ളൊരു വിദ്യാർത്ഥി താമസിച്ച് ആ പാലയാട് ക്യാമ്പസിനകത്ത് അവിടെ പെയിൻ ഗസ്റ്റായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പുറത്തു നിന്നുള്ള SFIയുടെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് ഇത്തരം നിലയിൽ ആവർത്തിക്കപ്പെടുന്ന സമയത്ത് പിണറായി വിജയന്റെ മണ്ഡലമാണെന്ന് നോക്കണം. പിണറായി വിജയന്റെ മണ്ഡലം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ഹോസ്റ്റലിൽ സ്വസ്ഥമായി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നത് വലിയൊരു പരാജയമാണ്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സനൂജ് കുരുവട്ടൂർ, KP സാജു ഉൾപ്പെടെയുള്ള നേതാക്കളും ബിതുലിനെ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.